ജീവിതത്തിൻ്റെ മുഴുവൻ നന്മകളും അത് സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ, ദിക്റുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങളെല്ലാം. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ഇന്ന് വലിയൊരു വിഭാഗം പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? പരാജയപ്പെട്ട ദാമ്പത്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. വാപ്പൻ്റെയും ഇമ്മൻ്റെയും തല്ല് കാണുന്ന ഏതെങ്കിലും ഒരു മകൾ ഒരു വിവാഹത്തെക്കുറിച്ച് ആഗ്രഹിക്കൂല. എല്ലാ നന്മയും നമ്മളിൽ നിന്ന് ലഭിക്കണം. അതുകൊണ്ട് നാം ആദ്യം പരിശ്രമിക്കുന്നു അംഫുസക്കും, നമ്മളെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മളെ സ്വാധീനിക്കും. എന്നാൽ അതുകൊണ്ട് മാത്രം പോരാ, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെ. എന്താ കുടുംബത്തെ എന്ന് പ്രത്യേകം പറയാൻ കാരണം? വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരോട് നീ താക്കീത് നൽകുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് ലോകത്ത് മറ്റാരോടെങ്കിലും ഒരു നന്മ പറയാൻ അവകാശമുണ്ടാവണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ ബാധ്യത നിർവഹിച്ചിരിക്കണം. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ആളുകളോട് ഉപദേശിക്കാതെ നാം മറ്റുള്ളവരോട് ഉപദേശിക്കുമ്പോൾ അത് കേവലം ഒരു ജോലി എന്ന നിലക്കുള്ള പ്രബോധന പ്രവർത്തനം മാത്രമാണ്. മറിച്ച് നാം പറയുന്ന അതേ കാര്യം അതേ ആർജവത്വത്തോടുകൂടെ, അതേ വീറോടുകൂടെ, അതേ ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബങ്ങളോടും ഭാര്യയോടും പറയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള പ്രബോധനം എന്ന് പറയുന്നത്. കു അംഫുസക്കും വഅഹ്ലീക്കും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്നതാണ് ആ നരകം. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിച്ചില്ല, അലൈഹാ മലായികത്തുൻ ഖിലാലുൻ ശിദാദ്, അതിൻ്റെ മേൽ മലക്കുകളുണ്ട് കാവൽ. ആ മലക്കുകളെ കുറിച്ച് പറഞ്ഞ ഖിലാലുൻ ശിദാദ്, നല്ല പരുക്കന്മാരായ കഠിനന്മാരായ മലക്കുകളാണ്. നിങ്ങളുടെ മക്കളെങ്ങാനും ആ നരകത്തിലെത്തിയാൽ അതിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ അവരാകുന്നു. എന്താണ് അവിടെ പ്രത്യേകത? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കൂല. എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് അവരെ അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇതേ ആശയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വറജുലു ദാഇൻ ഫി അഹ്ലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ കുടുംബത്തിൽ അവനൊരു മേൽനോട്ടക്കാരനാണ്, ഒരു ഭരണാധികാരിയാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്നവരെ കുറിച്ച് ഒരു ചോദ്യം പരലോകത്ത് നമ്മളോടുണ്ട്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹ, ഒരു സ്ത്രീ ആ ഭർത്താവിൻ്റെ വീട്ടിൽ അവളും ഒരു ഭരണാധികാരിയാണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹ, ആ വീട്ടിലുള്ള പ്രജകളെക്കുറിച്ച് അവളോട് ചോദിക്കപ്പെടുമെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും വഴിതെറ്റിപ്പോകുന്നതിൽ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ബാധ്യത നല്ല രൂപത്തിൽ നിർവഹിക്കുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഗൗരവപരമായി ചിന്തിക്കണം. ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ട ഒരു പിക്ചർ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതോ ഒരു വിദേശ നാടിലെ ഒരു ചെരുവാണ്. ആ ചെരുവിൽ ലഹരിക്കടിമപ്പെട്ട് ഇനി മോചനമില്ലെന്ന് വിചാരിക്കുന്ന ആളുകൾ കഴിച്ചു കൂട്ടുന്ന ഒരു ചെരുവ്. അവിടെ പലരും വീണ് കിടക്കുന്നു, പലരും അശ്രദ്ധമായി നടന്നു നീങ്ങുന്ന ഒരു ചെരുവ്. ഇനി അവിടെയാണ് അവരുടെ വാസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന, കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പിടിച്ചത് എത്രയോ കോടികളുടെ മയക്കുമരുന്നാണ്. എല്ലാം എയർപോർട്ടുകളിലൂടെയും മറ്റ് സ്ഥലങ്ങളുടെയും വന്നിറങ്ങുമ്പോൾ അതെല്ലാം ദിവസങ്ങളിൽ ഉപയോഗിച്ച് തീരുന്നുണ്ട് ഇവിടെ എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് വലിയൊരു സമൂഹം അടുത്ത ഭാവിയിൽ ഓരോ നാട്ടിലും ലഹരി മരുന്നിന് അടിമപ്പെട്ടവർ കഴിയേണ്ടി വരുന്ന പുറംപോക്കുകളിലേക്ക് തള്ളപ്പെടുന്ന ജീവിതങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളില്ലാതിരിക്കണമല്ലോ, ഇവിടെ മാത്രമല്ല പരലോകത്തും. അതേപോലെ തന്നെ തകർന്നു പോകുന്ന കുടുംബങ്ങൾ പ്രേമമാണ്, അവിഹിത ബന്ധങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഇന്ന് പോലും കേട്ട ഒരു വാർത്ത, നമ്മൾക്ക് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു കച്ചവടക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം നാടും വീടും പേരൊക്കെ പറഞ്ഞ പോസ്റ്റ്, രാവിലെ 6 മണിക്ക് ബസ് സ്റ്റാൻഡിൽ കട തുറക്കാൻ വരുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച, പെൺകുട്ടികൾ ആഘോഷത്തിനെന്നും അതേപോലെ തന്നെ ട്യൂഷനെന്നും പറഞ്ഞ് 6 മണിക്ക് സുബഹിക്ക് വരുന്നതാണ്. 6 മണിക്ക് വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 2ഉം 3ഉം ഒക്കെ പയ്യന്മാർ കാറെടുത്ത് വന്ന് അതിൽ മറ്റൊരു പെണ്ണ് പോലും ഇല്ലാതെ അതിൽ ധൈര്യമായി ബാഗും യൂണിഫോമുമായി കയറിപ്പോകുന്ന പെൺകുട്ടികളെ കാണുന്നു എന്ന് പരസ്യമായി പോസ്റ്റ് ഇടുമ്പോൾ അടുത്ത ഭാവി എന്തെന്നറിയുമോ? ഈ അവിഹിത ബന്ധങ്ങളിലൂടെ വരുന്ന കുടുംബങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്നറിയില്ല. വഴിയാധാരമായി പോകുന്ന എത്രയോ അനാഥ മക്കൾ അടുത്ത ഭാവിയിൽ നാടിന് സംഭാവനകളായി ലഭിക്കാനിരിക്കുന്നു. വഴിപിരിഞ്ഞു പോകുന്ന അനേകം ദാമ്പത്യങ്ങളുടെ കണ്ണീരുകൾ മാതാപിതാക്കൾ കാണാനിരിക്കുന്നു. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, എല്ലാ കാര്യത്തിലുമുള്ള ശ്രദ്ധ പോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ നമുക്ക് വേണ്ടേ?
മതത്തെ പൂർണ്ണമായും നിരാകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രചാരണമാണ് സ്വതന്ത്രവാദം, ലിബറലിസം. എന്താ പറയണത്? എൻ്റെ ശരീരത്തിൽ എനിക്കൊരു അവകാശമുണ്ട്, എൻ്റെ ജീവിതം എൻ്റേതാണ്, അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കാം എന്നാണ് രക്ഷിതാക്കളോടും അധ്യാപകരോടും അതേപോലെ തന്നെ മതപരമായ ഉപദേശങ്ങൾ നൽകുന്നതൊക്കെ നമ്മുടെ കുട്ടികൾ പറയുന്നത്. എനിക്കെൻ്റെ ഇഷ്ടം തീരുമാനിക്കാം, എനിക്കെൻ്റെ ഇഷ്ടം പോലെ ആവാം എന്നൊരു പുതിയ മതം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അറിയാതെ കയറിപ്പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കപ്പെടുമ്പോൾ ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു കൽപ്പന യഥാർത്ഥത്തിൽ ഈ വാക്കിലില്ലേ? കൂ അംഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങളെയും ഈ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നതിലില്ലേ? തീർച്ചയായും അത് നമ്മൾ ഗൗരവത്തോടെ കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ 100% അവൻ എങ്ങനെയാണ് വരുന്നത്? ഫിത്രത്തോടുകൂടെയാണ്, ശുദ്ധ പ്രകൃതി. അതായത് ഇസ്ലാമിനെ 100% ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില പണ്ഡിതന്മാർ പറയുന്നത് അവൻ മുസ്ലിമാണ്. അതുകൊണ്ടാണ് വീഴുന്ന ഒരു കുട്ടി തീരുമാനിക്കപ്പെടും മുമ്പ് തന്നെ അവൻ്റെ ജനാസയൊക്കെ നിസ്കരിച്ച് ഇസ്ലാമികമായി സംസ്കരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടി പൂർണ്ണമായി മുസ്ലിമായിട്ടാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഇസ്ലാമിക ആദർശങ്ങൾ അവനെ പഠിപ്പിക്കാൻ എന്താ പണി? ഒരു പണിയില്ല, ഈസിയാണ്. നോക്കൂ നിങ്ങൾ, 100% തെറ്റായ ബഹുദൈവത്വവും അതേപോലെ തന്നെ തീവ്രവാദവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവരെ മറ്റൊരു മതസ്ഥനാക്കി അല്ലെങ്കിൽ മറ്റൊരു ആശയക്കാരനാക്കി തികച്ചും പ്രകൃതി വിരുദ്ധമായ ആശയങ്ങളിൽ അവരെ നമുക്ക് ഊട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിയായ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ എന്തെങ്കിലും പണി ഉണ്ടാവുമോ? സുഹൃത്തുക്കൾ, ഒരു പണിയില്ല. പക്ഷെ ആരാണ് അങ്ങനെ ഒരു കുട്ടിക്ക് 3 വയസ്സോ 4 വയസ്സൊക്കെ ആവുമ്പോൾ അവർ ശരിക്കൊന്ന് ഖുർആൻ നല്ല നിലയ്ക്ക് ഉച്ചരിക്കുവാനും വാക്കുകൾ നന്നായി പറയാനും അവൻ ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കാനും അവന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ ബോധപൂർവം പരിശ്രമിക്കുന്നവർ, അതായത് ഈ നരകത്തെ കണ്ട് പരലോകത്തെ പേടിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഈ കഷ്ടപ്പാട് വരരുതേ എന്ന് ബോധപൂർവം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്ന ചോദ്യം നമ്മളെല്ലാവരും നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ടതുണ്ട്. ചെറുപ്രായങ്ങളിൽ നമുക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അവർ നമ്മളോട് ചോദിക്കുകയാണ്, അറിയാൻ വേണ്ടി അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് പറയാൻ നേരമില്ല എന്നുള്ളൂ. ആ കുട്ടികളോട് നമുക്ക് ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ സുഹൃത്തുക്കൾ, തീർച്ചയായും അവരെ സ്വാധീനിക്കാൻ നമുക്ക് പറ്റും. അല്പം മുതിർന്ന് വന്ന് സ്വാതന്ത്ര്യമൊക്കെ തോന്നുന്ന ഒരു കൗമാരപ്രായം എത്തുമ്പോൾ സത്യത്തിൽ ഇന്ന് നമ്മൾ കുട്ടികളെ ചെയ്യണത് അവർക്ക് സ്വതന്ത്രമായി എന്തിലേക്കാണോ താല്പര്യം ആ താല്പര്യത്തിലേക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അല്ല സഹോദരങ്ങളെ, നമ്മൾ അവർക്ക് ജോലി നിർണ്ണയിക്കണം. അവരെവിടെ പോകണം, എന്ത് ചെയ്യണം, അവരുടെ ജീവിതം എവിടെ ചെലവഴിക്കണം എന്നതിന് ബോധപൂർവമായ ജോലികൾ അവർക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതല്ല അവർ സ്വന്തം ഇന്ന് ഈ സമൂഹത്തിൽ സ്വയമേ അവരുടെ താല്പര്യങ്ങളെ കണ്ടെത്തിയാൽ അതാണായാലും പെണ്ണായാലും നമ്മൾ ഖേദിക്കേണ്ടി വരും. കാരണം അത്രയും അപകടകരമായ ആശയങ്ങളിലേക്കും അപകടകരമായ ജോലികളിലേക്കുമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ദിവസം വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു പണ്ഡിതൻ പറയുന്ന വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ആ ഉപകരണമുണ്ടല്ലോ, ആ ഉപകരണം നിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായും നാളെ പരലോകത്ത് നിങ്ങളോട് ചോദിക്കും. നിങ്ങളതിൽ കണ്ട ചിത്രങ്ങൾ, നിങ്ങളതിൽ കേട്ട ശബ്ദങ്ങൾ, നിങ്ങളതിലൂടെ അയച്ച സന്ദേശങ്ങൾ, നിങ്ങളതിലൂടെ ഉത്തരം പറഞ്ഞ മറുപടികൾ, എല്ലാറ്റിനും മറുപടി പറയാതെ നാളെ പരലോകത്ത് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാണ്. ജീവിതത്തിന്റെ 3/4 സമയവും മൊബൈലിൽ കഴിച്ചു കൂട്ടുന്ന നമ്മുടെ മക്കൾ ഒരു പക്ഷേ കുറഞ്ഞ ജീവിത കാലഘട്ടം കൊണ്ട്, ഒരു 5 കൊല്ലം കൊണ്ട് 50 കൊല്ലം കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത തിന്മകളാണ് ഒരു 4-5 കൊല്ലം കൊണ്ട് ഈ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകരുത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇടപെടേണ്ടടുത്ത് നമ്മൾ ഇടപെടാൻ നമ്മൾ തയ്യാറാകണം. മറ്റൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ദീനിന്റെ കാര്യത്തിൽ നമ്മുടെ വലിയൊരു പ്രതീക്ഷയാണ്. എന്താ അറിയും? ദീനിയായി ഓരോ കുട്ടിൻ്റെ പ്രായവും സമയവും അവൻ്റെ പ്രൊഫഷനൊക്കെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന മതപരമായിട്ടുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും 3 ദിവസവും 4 ദിവസവും 5 ദിവസമൊക്കെ എല്ലാ പ്രായക്കാർക്കുമുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്, പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ആളുകൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. സഹോദരങ്ങളെ, നാം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു ഡിഗ്രി നിങ്ങളുടെ കുട്ടി കരസ്ഥമാക്കണമെങ്കിൽ ചുരുങ്ങിയത് 3 കൊല്ലം വേണം. ഒരു ഡിപ്ലോമ നേടണമെങ്കിൽ 6 മാസം വേണം, അല്ലെങ്കിൽ 1 വർഷം വേണം. എന്നാൽ ഒരു കുട്ടിയുടെ ജീവിതം മാറുകയാണ്. ഏതാണ്? ലഹരിയിലും പ്രേമത്തിലും ഒക്കെ നിന്നിരുന്നൊരു കുട്ടിയുടെ ജീവിതം മാറും 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട്. ആ 2 ദിവസം ആ കുട്ടിനെ അവിടെ പങ്കെടുപ്പിക്കാനുള്ളൊരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാനും രക്ഷിതാവിന് അതിലേക്കൊരു താല്പര്യപ്പെടുത്താനും അവിടെ എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു സംവിധാനമില്ലെങ്കിലും, ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം അത്തരം ഒരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കുട്ടി ചോദിക്കുകയാണ്, ഒരു മഹ്റം ഇല്ലാതെ എനിക്കങ്ങോട്ട് പോകാൻ പറ്റുമോ?
അപ്പം എന്തൊരു മഹറമിനെ കിട്ടാതിരിക്കുന്നത്? എല്ലായിടത്തേക്കും പോകാൻ ഒരു മഹറം ഉണ്ടാകുമ്പോൾ ഒരു ദീനിയായ ഒരു ക്ലാസ്സിന് വേണ്ടി പോകാൻ മാത്രം ആ മഹറം എവിടെ? ആ വാപ്പ എവിടെ? ആ ആങ്ങളെ എവിടെ? ആ ഭർത്താവ് എവിടെ? പ്രസക്തമായ ചോദ്യമല്ലേ സുഹൃത്തുക്കെ? അവിടേക്ക് മാത്രം ഒരു മഹറമിനെ തുണക്ക് കിട്ടാതിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക്? നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. അവസരങ്ങളും സന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തുമ്പോൾ അത് സുഹൃത്തുക്കളെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമായിരിക്കുമെന്നാണ്. ഇഹലോക ജീവിതത്തിനാണ് അവർ മുൻഗണന കൊടുത്തത്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന സമയത്ത് ഒന്ന് നിയന്ത്രണം വിട്ടപ്പോൾ സുഹൃത്തുക്കളെ അതുവരെ പഠിച്ചതെല്ലാം അവിടെ അവശേഷിച്ചു. ആ ബോർഡ് ഡോക്ടർ എന്ന പേരിൽ പിന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ജീവിതത്തിൽ ദീനുള്ളവർക്ക്, നന്മയുള്ളവർക്ക് ഖൈറും വാബുക്ക അതൊരിക്കലും അവശേഷിക്കില്ല. ഒരു പ്രാർത്ഥനയുടെ തുണ്ടം പഠിച്ചാൽ, ഖുർആൻ എന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഓതാൻ പഠിച്ചാൽ ആ പഠനത്തിൻ്റെ റിസൾട്ട്, ആ പഠനത്തിൻ്റെ പ്രയോജനം, ആ സർട്ടിഫിക്കറ്റ് നാളെ പരലോകത്തും അനന്തമായ ഏറ്റവും അവസാനം എത്തിത്തീരുന്നൊരു വീടുണ്ട്. പല വീടുകളിൽ നിന്ന് താമസിച്ച് അവസാനം നമ്മൾ എത്തുന്നൊരു വീടുണ്ട്. അവസാനത്തെ വീട് ഏതാ സുഹൃത്തുക്കളെ? സ്വർഗം. പല വീടുകളിൽ നമ്മൾ ഉമ്മൻ്റെ വയറ്റിൽ താമസത്തില്ലേ, ഭൂമി താമസത്തില്ലേ, ഖബർ താമസത്തില്ലേ, അവസാനം ഒരു താമസ സ്ഥലമുണ്ട്. മരണമില്ലാത്തൊരു ലോകം, അതാണ് സ്വർഗം. ആ താമസ സ്ഥലത്ത് എന്നെന്നും എത്താൻ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാണ് വേണ്ടത്. കുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖാ. ഇഹലോക ജീവിതത്തിന്റെ വിഭവങ്ങൾ നിസ്സാരമാണെന്ന് അറിഞ്ഞേക്കുക. പരലോകമാകട്ടെ സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം, താമസ സ്ഥലം നാളെ പരലോകത്തെ ഭവനമാണെന്ന് നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നല്ല അവസരങ്ങളും നല്ല സന്ദർഭങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. കഴിഞ്ഞ ദിവസം വിവാഹിതരാകാൻ പോകുന്ന ആൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രീ മെരിറ്റൽ കോഴ്സ് നടന്ന സ്ഥലത്ത് അവിടെ നടന്ന ക്ലാസ്സുകൾ കേട്ടപ്പോൾ തോന്നിയത്, ഇതൊന്നും പഠിക്കാതെ, ഇതൊന്നും അറിയാത്ത ഒരു പുരുഷന് നമ്മുടെ മകളെ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ സുഹൃത്തുക്കളെ, അവനിൽ നിന്നൊരു നല്ല ഭാവി ജീവിതം നമ്മുടെ മകൾക്ക് പ്രതീക്ഷിക്കാമോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം. കാരണം എല്ലാ മനുഷ്യരും ജനിക്കുന്നത് എന്താണ്? ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് ലാ തഅലമൂന ഷൈഅൻ എന്നാണ്. അല്ലാഹു അഖ്റജബക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅൻ എന്നാണ്. അത് എത്ര വ്യക്തിയുടെ പറഞ്ഞു, ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് എല്ലാവരും വന്നത് ഒന്നും അറിയാതെയാണ്. മുലക്കണ്ണുകൾ വായിലേക്ക് വെച്ചു കൊടുത്താലേ കുടിക്കാൻ പറ്റുള്ളൂ. പശുവിനെ പോലെയും പട്ടിയെപ്പോലെയും ഒന്നും അന്വേഷിച്ച് മാതാവിൻ്റെ പാല് തേടി ചെല്ലുന്നവനല്ല മനുഷ്യൻ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒന്നും അറിയില്ല നമ്മുടെ മക്കൾക്ക്, ഒന്നും അറിയില്ല. അവർക്ക് ജീവിക്കാൻ അറിയില്ല, അവർക്ക് നന്മ എന്തെന്നറിയില്ല, അവർക്ക് എവിടെ പോകണമെന്നറിയില്ല, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല, എങ്ങനെ ദാമ്പത്യമെന്നറിയില്ല. എല്ലാം പഠിപ്പിച്ചു കൊടുത്താലേ നല്ല രൂപത്തിൽ അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും. അതുകൊണ്ട് നാം മക്കളോടൊപ്പം ഉണ്ടാവണം. ഇഹലോകത്തും പരലോകത്തും അവർക്കൊരു നരകം വരാതിരിക്കാൻ, കഷ്ടപ്പാട് വരാതിരിക്കാൻ, അവരുടെ വേദനകൾ കണ്ട് നാമും വേദനിച്ചു മരിച്ചു പോവാതിരിക്കാൻ നാം ഇടപെടണം. അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടാതെ പിന്നെ ഖേദിക്കുന്നതിൽ എന്തർത്ഥം? അതുകൊണ്ട് വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഒരു ബാധ്യത, ഒരമാനത്തായി അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത്രയും വ്യക്തമായി അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ നമ്മുടെ മക്കളെ ഒന്ന് വിലയിരുത്തി ഞാൻ എൻ്റെ ബാധ്യത എത്രമാത്രം നിർവഹിച്ചു എന്നൊരു സ്വയം ചോദ്യം നാം നമ്മളോട് ചോദിക്കണം. അള്ളാഹു ദീനിനനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാം.